പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി സ്റ്റോർ ചെയ്ത് വെക്കാനും പകുതി ചിക്കനിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങയാണ് എടുത്തത്. പിന്നെ ഇത്തിരി വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. പിന്നെ കുറച്ച് ചിക്കനിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനിൽ ഞാൻ വറുത്തരച്ചിട്ടാണ് തേങ്ങയും മുളകും പിന്നെ പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ സ്പൈസസ് എല്ലാം പട്ട, ഗ്രാമ്പൂ എല്ലാം ചേർത്തിട്ട് ഇതിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഞാനിട്ടത് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടു, എല്ലാം ഇട്ടു. ഉരുളക്കിഴങ്ങും ഇതും ഇതിൽ വേവിച്ചിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ ഇത് വഴറ്റി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എല്ലാം ഇതിനകത്തുണ്ട്. തക്കാളി, കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. സവാള ഇതിൽ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചമുളക് ഇടണം. പച്ചമുളക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇടുമ്പോൾ അധികം വേവണ്ടാന്ന് വേണ്ടിയിട്ടാണ്. ഒരുപാട് വേവാതെ പച്ചമുളക് അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ഭംഗി ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇടാനും നമുക്കിതിലേക്ക് ഭംഗിയാക്കാം. പിന്നെ ഇത്തിരി കറിവേപ്പിലയും മല്ലിയിലയുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കുറച്ച് ഇതിലൊക്കെ ഇട്ടാൽ നമുക്ക് അപ്പോൾ ചിക്കൻ റെഡി. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.